ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മലപ്പുറംകാരുടെ സ്പെഷ്യലായ അപ്പാണ് കേട്ടോ ഒന്ന് ചായക്ക് കടി. അപ്പോൾ അരിയൊക്കെ ഒന്ന് തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്തിട്ട് കഴുകി വാരിയതാണ് നമ്മളെ മിക്സിയിലെ ജാറൊക്കെ ഇട്ടിക്കണ്. പിന്നെ നമുക്കിന്ന് കറിക്ക് നല്ല ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാക്ക നേരത്തെ തന്നെ രാവിലെ തന്നെ നല്ല പാർട്സൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ വേഗം ഒന്ന് നന്നാക്കി ചെറിയ കഷ്ണാക്കി ഇതാട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അപ്പത്തേക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങൾ ഇത് ദോശ എന്നും പറയും. നമ്മൾ ഇതിന് ഈ അരി മാത്രം കുതിർത്തരക്കണേന് അപ്പം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദോശക്ക് നമ്മൾ ഉഴുന്നും ഉലുവയൊക്കെ ഇട്ട് അരക്കണേനാണ് ഞങ്ങൾ ദോശ എന്ന് പറയുക, അപ്പം എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പം കേട്ടോ ഇവിടുത്തെ. അപ്പോൾ എന്തായാലും രണ്ടിലെ ചെറുതാക്കി പീസാക്കി നല്ല അടിപൊളിയാക്കി നമ്മളെ പാർട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾക്കൊന്നും ഇത് അറിയുണ്ടാവില്ല കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ അവർക്ക് ഞങ്ങൾ പാലക്കാട് ആ ഭാഗത്തൊക്കെ അധികം ദോശ ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ, ഇതൊന്നും അവർക്ക് അറിയുന്നില്ല കേട്ടോ അപ്പം. പക്ഷേ ഇത് ചുടണമെങ്കിൽ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുടുമ്പോൾ ആ അപ്പത്തിൻ്റെ ഒരു ഭംഗി അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പം ചുടണമെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം കേട്ടോ. നോൺ സ്റ്റിക്കിൽ എന്താ വെച്ചാൽ ഇതുപോലെ ഹോൾസ് വരില്ല കേട്ടോ. ഞാനൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അങ്ങോട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അപ്പം നോൺ സ്റ്റിക്കിൽ കിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പം ഓരോന്നായിട്ട് അങ്ങനെ ചുട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മോനൂസിൽ നിന്ന് ഇതാട്ടോ വെണ്ടക്ക പൊരിയാട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിവാണ് കേട്ടോ. വെണ്ടയ്ക്കേ കയ്പ്പയ്ക്കേ കിഴങ്ങോ അങ്ങനെ പപ്പടോ മുട്ട എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ മക്കൾക്ക് കൊടുത്തയക്കണമല്ലോ. നമ്മൾ പഠിക്കണ കാലത്തൊന്നും നമുക്ക് ഇങ്ങനെ കൂട്ടാനൊന്നും രാവിലെ കിട്ടിയിരുന്നില്ല കേട്ടോ. നമ്മൾ ആ സ്കൂളിൽ കിട്ടണ കഞ്ഞിയും പയറൊക്കെ കുടിച്ച് വളർന്ന ആൾക്കാർ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു കൂട്ടാനൊന്നും പോരട്ടോ. രണ്ടിൽ കൂടുതൽ കൂട്ടാണ്ടെങ്കിലും മക്കൾക്ക് ചോറ് പോവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ തുള്ളി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചില കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഭയങ്കര വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. അതെന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ സത്യത്തിൽ എല്ലാവരും വ്യൂസ് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടുക കേട്ടോ എല്ലാവരും, അപ്പോഴേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ചിലർക്കൊക്കെ മടി തന്നെയാണ് അല്ലേ, പറഞ്ഞിട്ട് കാര്യം കേട്ടോ. നമുക്കും ആ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനും ഇടാനും ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല. അത് വ്യൂസ് ഇല്ലാത്ത കാരണം നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെയും നമുക്കൊരു സമാധാനം ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാട്ടോ ഈ യൂട്യൂബ്. എന്താ വെച്ചാൽ അന്നത്തെ ദിവസം വേറെ മറ്റുള്ള ചിന്തകളോ അത് അങ്ങനത്തെ ഇതൊന്നും നമ്മളെ മനസ്സിലുണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താ വീഡിയോ എടുക്കുക, എന്താ കണ്ടൻറ്റ്, അങ്ങനെ ആലോചന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചവരെ വീട്ടിലത്തെ പണികൾ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാവും ചിന്ത കേട്ടോ. മറ്റൊന്നിനും നമുക്ക് ആലോചിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതും അതാക്കുന്നതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കളിയാക്കലും കുശുമ്പും കുഞ്ഞായും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യരുത്. നമുക്ക് നമ്മളതായ രീതിയിലാണ് ജീവിക്കുക. മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവരെന്തെങ്കിലും പറയുമോ, നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴോ എന്തെങ്കിലും ഇടുമ്പോൾ മറ്റുള്ളവരെന്ത് പറയും, എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ തോന്നി ജീവിച്ചാൽ എവിടെ എത്തില്ല കേട്ടോ. നമ്മളായിട്ട് തന്നെ ജീവിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് തോന്നുന്നത് ചെയ്യുക, ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരാളാണ്. മറ്റുള്ളവരെ ഒരു ഇത് പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ മറ്റുള്ളവരെ ചിലവിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർ പറയേ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ അതിനൊന്നും തല കൊടുക്കാതെ അങ്ങനെ പോവാട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ മടിക്കാതെ എല്ലാവരും തുടങ്ങി വെച്ചത് സ്റ്റാർട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പാർട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കറിലൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ എന്നും കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വേവിച്ച ശേഷം നമ്മൾ അരി ഇടാനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഞാനത് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാർട്സുക്കുള്ള ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് പാർട്സ് ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തോടൊക്കെ വെച്ചാൽ പാർട്സ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന്
വറ്റിച്ചിട്ട് കുറച്ച് കുരുമുളകും വലിയ ജീരകമൊക്കെ പൊടിച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ പാർട്സിൻ്റെ രുചി നല്ല അടിപൊളി രുചി തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ. പക്ഷേ കാര്യം പറഞ്ഞാൽ നമ്മളത് വല്ലാതെ കഴിക്കില്ല കേട്ടോ. എനിക്ക് അധികം ഒന്നും ഇഷ്ടമല്ല, കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കും എന്നല്ലാതെ ഒരുപാട് ഒരു നേരട്ടോ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് ആ ചൂടൊക്കെ ഇങ്ങനെ കഴിക്കാറില്ല, പിന്നെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമുക്കുള്ളത് എന്തെങ്കിലുമൊക്കെ വല്ല തക്കാളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊരു കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ആ കറി മക്കൾസിനൊന്നും പറ്റില്ല, നമുക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയും ഇതൊക്കെ വാടിയതിന് ശേഷം നമ്മൾ ഉള്ളി വാട്ടിയത് കുറച്ച് മഞ്ഞളും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കുരുമുളകൊക്കെ ഇട്ട് കാരണം നമ്മളെ പാർട്സൊക്കെ നല്ലൊരു ബ്ലാക്ക് കളർ പോലെ ആവട്ടോ. അപ്പോൾ ഇതിനി വറ്റിയിട്ട് നല്ല ഇത് വരുമ്പോൾ നല്ല അടിപൊളി ബീഫ് വരട്ടിയ പോലെ ഉണ്ടാവും കേട്ടോ ആ പാർട്സ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കി. ചിലവരൊക്കെ വെക്കണത് ഞാൻ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളി അതൊക്കെ വാട്ടിയിട്ട് അതിലിങ്ങനെ ബീഫ് ആദ്യം ഒന്ന് പാർട്സ് വേവിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിലേറെ രസമാണ് കേട്ടോ. പിന്നെ ആ പാർട്സ് വേഗോളം ആ മസാല തിളച്ച് അതിൻ്റെ മണം രുചിയൊക്കെ പോകില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കറിലൊരു വിസിലടുപ്പിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വറ്റിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ അതാ മക്കൾസൊക്കെ പോയിട്ടോ. നമ്മളെ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, പാർട്സ് അതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കണം. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരാളെ പാൻറ്റ് അവിടെ ഉണ്ടാവും, ഒരാളെ ഷർട്ട് അവിടെ ഉണ്ടാവും, തോർത്തൊരു ഭാഗത്തുണ്ടാവും. അത് ഒതുക്കണമെങ്കിൽ എന്തായാലും 1-2 മണിക്കൂർ എന്തായാലും വേണം കേട്ടോ. രാവിലെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ വീടായി കിട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് കേട്ടോ. അവർ പോയി ആകെ കരിമ്പൻകാട്ടിൽ ആന കടന്ന പോലെ ആവട്ടോ നമ്മളെ വീടൊക്കെ രാവിലെ ഒരു മക്കൾ പോയിട്ട്. അപ്പോൾ അത് കണ്ടില്ലേ കുറേ തിരുമ്പാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മുക്കുന്ന് ഇങ്ങനെ പിന്നെ ഉണ്ടാവും. പക്ഷേ മക്കൾക്ക് രാവിലെ ഒരു തിരക്ക് അർജൻറ്റ് കാരണം കേട്ടോ. ലീവുള്ള ദിവസമൊന്നും പിന്നെ വല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഈ സ്കൂളുള്ള സമയത്ത് തന്നെ ഉള്ളൂ നമുക്ക് കൂടുതലും ഭാരപ്പെട്ട പണികൾ കേട്ടോ. അത് വെച്ചാൽ ഭാരം എന്നല്ല, നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് നമ്മൾ തന്നെ ചെയ്യണം, നമുക്ക് മറ്റാരും ചെയ്ത് തരാനൊന്നുമില്ലല്ലോ. പിന്നെ ഫുള്ള് 3 ആൺകുട്ടികളാവുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അത് എടുക്കടി അങ്ങനെ അത് എടുക്കുകയെന്നൊക്കെ പറയാം. പക്ഷെ അതിന് പറ്റൂലല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ മക്കൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ തരും കേട്ടോ. നമുക്ക് നേരം വയ്യായ്കയൊക്കെ ആയാൽ അവനാൻ്റെ ഡ്രസ്സ് അവന് അലക്കും, അതുപോലെ ഭക്ഷണം കഴിച്ചാൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. വലിയ മോൻ അതുപോലെ അടിച്ചു കൊല്ലും, അങ്ങനെയൊക്കെ ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ മക്കൾ പഠിക്കേണ്ട സമയം പഠിക്കാൻ പോകുമല്ലേ, നമുക്ക് എന്തെങ്കിലും വയ്യായ്ക ആകുമ്പോൾ അവർ നോക്കിക്കോളും. പിന്നെ എന്തായാലും ഇതാ ഒക്കെ തട്ടിക്കൊട്ടലും അടിച്ചോലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അലക്കാൻ പോയിട്ട് അലക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മൾ അലക്കലും വെക്കലും എല്ലാതും കഴിഞ്ഞു മക്കളെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ഇത് പാർട്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസത്തെ വെണ്ടക്ക മുളകിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കുള്ള കൂട്ടാനാണ്, അത് വേറെ ആരും കൂട്ടൂല കേട്ടോ ഇവിടെ. അപ്പോൾ അതാ പാർട്സൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.